ഹലോ ഗൈസ്, എനിക്കെന്തോ അസുഖം വന്നിട്ടാണ് ഞാൻ വീഡിയോ ഇടായിരുന്നത്. കുറേ ദിവസങ്ങളായി ഞാനിപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഞാൻ അഡ്മിറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല എനിക്ക് വയറ് വേദനെടുത്തിട്ടാണ് ഞാൻ അഡ്മിറ്റൊക്കെ ആയത്. നോക്ക് കയ്യിൽ കുത്തിയതാണ് അവർ. ഈ കാണുന്നതാണ് അവർ കുത്തിയത്. കണ്ടോ, ഇതാണ് അവർ കുത്തിയത്, ചുമപ്പ് പാട്. ഇത്രയും വേദന എടുത്തു, നല്ല വേദന ഉണ്ടായിരുന്നു കുത്തിയപ്പോൾ. അതാണ് ഞാൻ ഇത്രയും നാളായിട്ട് വീഡിയോ ഒന്നും ഇടാത്തത്. എൻ്റെ ഇന്ന് അങ്കിളൊക്കെ വന്നായിരുന്നു, കുറേ പേര് എന്നെ കാണാൻ വന്നായിരുന്നു, വീട്ടുകാരൊക്കെ. കുറേ പേര് ചോദിച്ചു നന്നായി ഭക്ഷണമൊക്കെ കഴിക്കണമുണ്ട്. ഇനി ഞാൻ കഴിക്കാന്ന് പറഞ്ഞു. ഇനി ഞാൻ എന്തായാലും എല്ലാം കഴിച്ചോളാം. നിങ്ങൾ നന്നായി ഭക്ഷണം കഴിക്കണം, അല്ലാണ്ട് എൻ്റെ പോലെ ആകരുത്. എന്നുവെച്ചാൽ എൻ്റെ പോലെ തന്നെ നിങ്ങൾ കമന്റിൽ പറയണം നിങ്ങൾക്ക് വയറുവേദന വന്നിട്ടുണ്ടോ എന്ന്. നിങ്ങൾ കമന്റിൽ പറയണേ വയറുവേദന നിങ്ങൾക്ക് അസുഖം വന്നിട്ടുണ്ടോ എങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കമന്റിൽ ഞാൻ കമന്റ് ഇപ്പം നോക്കാറില്ല. എനിക്ക് നല്ല അസുഖം ആ കുത്തിപ്പാട് അനക്കിക്കൊണ്ടിരുന്നത് കാരണം പത്ത് കുത്ത് വേണം. മാത്രമല്ല സിറഞ്ച് ഇല്ലാത്ത കുത്തുകളും ഉണ്ടായിരുന്നു. പക്ഷേ അത് നല്ല വേദന ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു വലിയ സിറഞ്ച് വരുമ്പോഴാണ് നല്ല വേദന ഉള്ളത്. സൂചി ചിലപ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അയ്യോ, ഉണ്ടാവില്ല സൂചി. അപ്പോൾ ഇവിടെ വലുത് ആദ്യം ചെറുത് വെക്കുമ്പോൾ ഒരു വേദന ഉണ്ടാവില്ല. വലുത് വെക്കുമ്പോൾ അതിൻ്റെ ക്യൂട്ടസിൻ്റെ അയ്യോ നെയിൽ പോളിഷ് ഇല്ലേ എന്ന് വെച്ചാൽ ട്രാൻസ്പെറൻറ്റ് കളറിൻ്റെ അതിൻ്റെ ഒരെണ്ണം പുറത്ത് ഉണങ്ങാൻ വെച്ചായിരുന്നു. ഞാൻ വരാട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ വന്നട്ടോ. നോക്കിയത് ഞാൻ ഈ പടത്തിലാണ് വെച്ചത്. അപ്പോൾ ഈ പടം തന്നെ വന്നിട്ടുണ്ടാവും. ഞാൻ കണ്ണിൻ്റെ അടുക്കള നേരം നോക്കിക്കൊണ്ടിരിക്കുക. പടമൊക്കെ പ്രിൻ്റായി ഗൈസ്, കാണുന്ന പോലെ കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് ഇവിടെ വെക്കാം. ഇതേത് പിക്ചറാണെന്ന് അറിയില്ല. നമുക്ക് കണ്ണിൻ്റെ പടമാണ് എനിക്ക് വേണ്ടത്. കണ്ണിൻ്റെ പടമില്ല. കണ്ണിൻ്റെ പടം ഞാൻ എവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഞാനിപ്പോൾ വരാം. നമുക്കിപ്പോൾ സോപ്പ് തേക്കാം. സോപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഒരെണ്ണത്തിന് മാത്രം സോപ്പ് തേക്കാം. അത് ഉണങ്ങി കഴിയുമ്പോൾ ഇപ്പൊ ഞാൻ ഉണങ്ങിയാ നോക്കട്ടെ. ഇപ്പോഴത്തെ വെയിൽ എന്താണ്, ജനലയിൽ അവിടെ എന്താണ്, എന്തൊരു വെയിൽ. അവിടെ ബ്ലൂ കളർ, അത് നൈറ്റ്. ദിസ് ഈസ് മോർണിംഗ്, ഡേ ആൻഡ് നൈറ്റ്, ഡേ
അയ്യോ സോറി അപ്പോൾ മോർണിംഗ് നൈറ്റ് എന്നോടും അവന്റെ അനിയനോടും സ്നേഹമായിട്ട് അവനോട് വാക്കുറിയാണെന്നത് നീ കേട്ടിട്ടുണ്ടോ നാളിതുവരെ? അറിയില്ല. അയ്യോ നിനക്കെന്താ പ്രാന്തുണ്ടോ കേൾവി? അവൻ ഈ ലോകത്തെ യഥാർത്ഥ ഭക്തി ഒറ്റ ദൈവത്തോടെ അതൊന്നും അറിയാതെ നീ അവന്റെ മുറിയിലോട്ടേല്ലേ? ഇത് കൊള്ളാമോ? എന്റെ ചേച്ചി ഉണ്ടാക്കിയതാണ് ഈ ഫ്ലവറിന്റെ പേര്. നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ? എന്നാ കമന്റ് ചെയ്യണേ. ഇത് പൈപ്പ് ക്ലീനർ വെച്ചുണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് പൈപ്പ് ക്ലീനർ നോക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമന്റില് ഈ ഫ്ലവറിന്റെ പേര് പറയണേ. ഈ ഫ്ലവർ അറിയാമോ? ഇതും പൈപ്പ് ക്ലീനർ വെച്ചാണ്. പൈപ്പ് ക്ലീനർ. ഈ പൂവിന്റെ പേരറിയാമെങ്കിലും കമന്റ് ചെയ്യുക. അറിയാട്ടോ, പക്ഷേ ഇതിന്റെ പേര് നമുക്ക് അറിയില്ല. നമുക്ക് ഇത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? കൈ ഇറക്കി ഞാൻ വരാവേ. നമ്മളപ്പോ സോപ്പ് എടുത്തിട്ടുണ്ട്. കൈ ഇറക്കി ചെറുതായിട്ട് പതമൊക്കെ പേപ്പർ എടുക്കട്ടെ. ചെറുതായിട്ട്. പക്ഷേ നിങ്ങൾ പേപ്പർ സോപ്പ് മണം ഉണ്ടാകും നോക്കാതെ. നല്ല പോലെ ഉണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ. അത് പദമല്ല പ്രധാനം, മണ്ണാണ് പ്രധാനം. അങ്ങനെ നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട പാട്ട് ഏതാണെന്ന് കമന്റ് ഒക്കെ ചെയ്യണേ. ഞാൻ എന്നോരോ കമന്റ് ആണ് പറയുന്നത്. കമന്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെയൊക്കെ കുറെ നേരെ പറയുന്നത്. മൂക്കടപ്പുണ്ടോ? നിങ്ങൾക്ക് ആനയുടെ തുമ്പിക്കൈ എങ്ങനെ അറിയാം? ആദ്യം പോരാ. അപ്പോളേ പേപ്പർ സോപ്പ് ഇതിലോട്ട് ആക്കാവേ. എന്നുണങ്ങിയിട്ട് വന്നാന്ന് നോക്കാം. അപ്പോൾ നേരമൊന്നുമില്ല ഗൈസ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.